ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ച ഒരിടത്ത് പോലും ഭരണം പിടിക്കാൻ കോൺഗ്രസിനായില്ല. നിലമ്പൂരിൽ CPM തകർന്നടിഞ്ഞു. പലയിടത്തും മൂന്നാമതായിരുന്നു സ്ഥാനം. ലീഗ് കോട്ടകളായ തിരൂരും പൊന്നാനിയും പിടിച്ചടക്കി CPM കരുത്തുകാട്ടി. കൊണ്ടോട്ടി നഗരസഭയിലും പരപ്പനങ്ങാടി നഗരസഭയിലും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷവും ലഭിച്ചില്ല. ജില്ലാ പഞ്ചായത്തിലെ 32 ഡിവിഷനുകളിൽ 25 എണ്ണം UDFിനൊപ്പം നിന്നു. തൃക്കലങ്ങോട്, ചങ്ങരംകുളം, മാറഞ്ചേരി, എടപ്പാൾ, അങ്ങാടിപ്പുറം എന്നിവിടങ്ങളിലാണ് LDF വിജയിച്ചത്. 2 നഗരസഭകൾ തിരിച്ചുപിടിച്ചും പെരിന്തൽമണ്ണ നിലനിർത്തിയും മിന്നുന്ന വിജയമാണ് CPM നേടിയത്. CPMും കോൺഗ്രസും ലീഗിനെതിരെ ഒരുമിച്ച് മത്സരിച്ച കൊണ്ടോട്ടി, പരപ്പനങ്ങാടി നഗരസഭകളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. കഴിഞ്ഞ തവണ 8 പഞ്ചായത്ത് മാത്രം ഭരിച്ച LDF ഇത്തവണ 4 ഇരട്ടി വിജയം കൊയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വിജയം ഉണ്ടായിട്ടില്ല. എന്നാലും മലപ്പുറം ജില്ലയിലൊക്കെ UDF തന്നെയാണല്ലോ ഭൂരിപക്ഷം നിലനിർത്തിയിരിക്കുന്നത്. താനൂർ നഗരസഭയിൽ 8 സീറ്റ് നേടിയ BJP ജില്ലയിൽ നില മെച്ചപ്പെടുത്തി. 25 സീറ്റുകളിൽ വിജയിച്ച് വെൽഫെയർ പാർട്ടിയും തുടക്കം ഗംഭീരമാക്കി. CPM വിമതരായി മത്സരിച്ച 2 പേർ നിലമ്പൂർ നഗരസഭയിൽ വിജയിച്ചപ്പോൾ 6 CPM സ്ഥാനാർത്ഥികൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിച്ച 11 പഞ്ചായത്തുകളിൽ ലീഗ് ഒറ്റയ്ക്ക് ഭരണം പിടിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. റഹീസ് റഷീദ്, മീഡിയ 1, മലപ്പുറം.